ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മുൻകോപക്കാരനും വളരെ ക്രൂരനും ഒരു ദയയുമില്ലാത്തവനുമായ രാജാവ് ഭരണം നടത്തുന്ന കാലഘട്ടം. ആളുകളെല്ലാം രാജാവിനെ കൊണ്ട് പൊറുതിമുട്ടി. കാരണം വളരെ ചെറിയ തെറ്റുകൾക്ക് പോലും കഠിനമായ ശിക്ഷ നൽകുക, വിനോദത്തിനു വേണ്ടി ആളുകളെ തമ്മിലടിപ്പിക്കുക തുടങ്ങിയ ക്രൂരകൃത്യങ്ങളാണ് രാജാവിനുണ്ടായിരുന്നത്. ഒരിക്കൽ വളരെ ദൈവഭക്തനായ ഒരു ചെറുപ്പക്കാരൻ രാത്രിയിൽ വീട്ടിലേക്ക് പോകുമ്പോൾ രാജാവിന്റെ പടയാളികൾ അവനെ പിടിച്ചു. മോഷണമാണ് കുറ്റം ചാർത്തപ്പെട്ടത്. രാവിലെ രാജസന്നിധിയിൽ ഹാജരാക്കിയ ചെറുപ്പക്കാരനെ യാതൊരു വിചാരണയും ചോദ്യം ചെയ്യലും കൂടാതെ തൂക്കിക്കൊല്ലാൻ രാജാവ് വിധിച്ചു. അത് കേട്ട ആ ചെറുപ്പക്കാരൻ പൊട്ടിച്ചിരിച്ചു. വധശിക്ഷ കേട്ടിട്ടും പൊട്ടിച്ചിരിക്കുന്ന ചെറുപ്പക്കാരനെ കണ്ട് രാജാവിന് അത്ഭുതമായി. രാജാവ് ചോദിച്ചു, നിനക്കെന്തു പറ്റി? സാധാരണ എല്ലാവരും എൻ്റെ ശിക്ഷ കേട്ടാൽ പൊട്ടിക്കരയുകയും ദയ കിട്ടാൻ കേണപേക്ഷിക്കുകയുമാണ് പതിവ്. നീ എന്താ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്? ചെറുപ്പക്കാരൻ പറഞ്ഞു, പ്രഭോ, ഒരാഴ്ച മുമ്പ് ഒരു വലിയ സന്യാസി എന്നെ വലിയൊരു വിദ്യ പഠിപ്പിച്ചു. എങ്ങനെ കുതിരയെ പറക്കാൻ പഠിപ്പിക്കാം എന്നതാണ് ഞാൻ ആ സന്യാസിയിൽ നിന്നും പഠിച്ചെടുത്തത്. പക്ഷേ ആ വിദ്യ നടപ്പിലാക്കാൻ ഇനി ആർക്കും സാധിക്കില്ലല്ലോ എന്നോർത്താണ് ഞാൻ ചിരിച്ചത്. അത് കേട്ട് രാജാവിന് വലിയ ജിജ്ഞാസയായി. കുതിര പറക്കുകയോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ കുതിരയെ പറക്കാൻ പഠിപ്പിക്കണം. അപ്പോൾ ഞാൻ ലോകത്തെ മറ്റു രാജാക്കന്മാരെക്കാൾ ഏറെ പേര് കേട്ടവനാകും. രാജാവ് അയാളോട് ചോദിച്ചു, എങ്ങനെയാണ് കുതിരയെ പറക്കാൻ പഠിപ്പിക്കുക? അയാൾ പറഞ്ഞു, പ്രഭു, അത് വലിയ കഠിനമായ രീതിയാണ്. കുറഞ്ഞത് 1 വർഷമെങ്കിലും വേണം കുതിരയെ പറക്കാൻ പഠിപ്പിക്കാൻ. രാജാവ് സമ്മതിച്ചു. 1 വർഷം തരാം. എന്നാൽ അതിനുശേഷവും കുതിര പറക്കുന്നില്ലെങ്കിൽ നിന്റെ ശിക്ഷ അതികഠിനമായിരിക്കും. അങ്ങനെ അയാൾ സ്വതന്ത്രനായി വീട്ടിലെത്തി. തന്റെ ഭർത്താവ് ജീവനോടെ തിരികെ വന്നത് കണ്ട അയാളുടെ ഭാര്യ കരച്ചിൽ നിർത്തി കാര്യം അന്വേഷിച്ചു. അയാൾ നടന്ന സംഭവമെല്ലാം പറഞ്ഞു. ഭാര്യ ചോദിച്ചു, അതിന് താങ്കൾക്ക് കുതിരയെ പറക്കാൻ പഠിപ്പിക്കാൻ അറിയുമോ? അയാൾ പറഞ്ഞു, തീർച്ചയായും ഇല്ല. അത് കേട്ട് അവൾ വീണ്ടും കരയാൻ തുടങ്ങി. അയാൾ പറഞ്ഞു, നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കാം. എന്തായാലും 1 വർഷം കൂടി ജീവിച്ചിരിക്കാൻ കഴിയുമല്ലോ. അതിനിടയിൽ ഞാൻ വല്ല രോഗം വന്ന് മരിച്ചു പോയേക്കാം. രാജാവിന് എന്തെങ്കിലും സംഭവിക്കാം. രാജാവിന്റെ കുതിരയും ചിലപ്പോൾ ചത്തുപോയേക്കാം. അതിനാൽ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാം. അയാൾ പറഞ്ഞതുപോലെ 1 വർഷത്തിനിടയിൽ അയൽ രാജാവ് രാജ്യം കീഴടക്കുകയും രാജാവിനെ വധിക്കുകയും രാജ്യത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതോടെ അയാൾ സ്വതന്ത്രനായി. നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ചില കഠിനതരമായ സംഭവങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അപകടമോ രോഗമോ ജോലിയിലെ പ്രതിസന്ധിയോ കുടുംബ പ്രശ്നങ്ങളോ ഒക്കെ അപ്രതീക്ഷിതമായി കടന്നു വന്നേക്കാം. എന്നാൽ പോസിറ്റീവായി ഇരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. നമുക്ക് മുന്നിൽ ഒത്തിരി സാധ്യതകളുണ്ട്. ആ സാധ്യതയുടെ പേരാണ് ക്രിസ്തു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് ക്രിസ്തു പറഞ്ഞു പഠിപ്പിക്കുന്നു. ദൈവത്താൽ എനിക്ക് സകലവും സാധ്യമാണെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹായും പറയുന്നു. മുന്നിലുള്ള സാധ്യതകളെ ഉപേക്ഷിച്ചിട്ട് നാശത്തിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കാതെ ക്രിസ്തുവാകുന്ന സാധ്യതയെ തേടുന്നവരാകാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങളിൽ മനം നീറിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ. പ്രയാസങ്ങളിൽ മനം നീറിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ. പ്രാണപ്രിയ എൻ്റെ യേശുനാഥ, എന്നെന്നും നീ എൻ്റെ തണലാകണേ. പ്രാണപ്രിയ എൻ്റെ യേശുനാഥ, എന്നെന്നും നീ എൻ്റെ തണലാകണേ. പ്രതിസന്ധികളിൽ ഞാൻ തളർന്നിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ. പ്രതിബന്ധങ്ങൾ എന്നെ തളച്ചിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ. പ്രതിസന്ധികളിൽ ഞാൻ തളർന്നിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ. പ്രതിബന്ധങ്ങൾ എന്നെ തളച്ചിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ.